ഇന്ന് ഞങ്ങളുടെ വീട്ടിലാണ് കുടുംബ കൂട്ടായ്മ നടത്തുന്നത്. അപ്പോൾ ഇന്ന് 7 മണിക്കാണ് പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ അത്യാവശ്യം ടസേരയെല്ലാം മേടിച്ച് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ സെൻറ്റ് ജോസഫ് ബാർഡാണ് ഞങ്ങളേത്. അങ്ങനെ കുടുംബനാഥനും കുടുംബനാഥയും കൂടെ ദീപം തെളിയിക്കുന്നു. ദീപാദിനാഥ സ്നേഹനാഥ നീ വരൂ വരമാരി ചൊരിയ എൻ ഹൃത്തിൽ നിൻ കുളിർമ പെയ്യ സ്നേഹമായി ഹൃത്തോടെ നീ അണയൂ ദീപമായി മാനസിൽ പ്രഭ ചൊരിയൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 1. യേശുവിൻ്റെ വംശാവലി. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോന്റെയും ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാവിൻ്റെയും അമിനാദാവ് നഹ്ശോന്റെയും നഹ്ശോൻ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും ഓബദ് ജസ്സയുടെയും ജസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയയുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റെഹോബോബാമിൻ്റെയും റെഹോബോബാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെയും യോസഫാത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോദാമിൻ്റെയും യോദാം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാട്രോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാട്രോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ സൊറോബാബേലിൻ്റെയും പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് എലിയാട്ടിമിൻ്റെയും എലിയാട്ടിം ആസോറിൻ്റെയും ആസോർ സാദോട്ടിൻ്റെയും സാദോട്ട് അട്ടീമിൻ്റെയും അട്ടീം എലിയൂദിൻ്റെയും എലിയൂദ് എലയാസറിൻ്റെയും എലയാസർ മദാന്റെയും മദാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. യേശുവിന്റെ ജനനം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു.
നിനക്കായിരം സ്തോത്രഗീതം. അലിവിന്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അലിവിന്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. കനിവിന്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രമാണം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിന്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകും. ഓക്കെ, നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജസ്റ്റിനും സൗമ്യയ്ക്കും നമുക്ക് ആശംസാഗാനം ആലപിക്കാം. Congratulations to you, congratulations to you, congratulations to you, dear couple. Congratulations to you. May the good God bless you. May the good God bless you. May the good God bless you, dear couple. Congratulations to you. ഏബൽ സിബി മാമ്പള്ളികുന്നേൽ, ജോബി പർച്ചുടലി, ജുവാൻ പർച്ചുടലി, സൗമ്യ, ജസ്റ്റിൻ കുപ്പഴയ്ക്കൽ, സെബാസ്റ്റ്യൻ വെട്ടിക്കാട്ടിൽ, ജീവൻ സിജോ പെരുവന്തളം. ഇപ്പോൾ പ്രിയപ്പെട്ട വചന സമ്മാനം നൽകിയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇവർക്ക് ആശംസാഗാനം നൽകി കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you, dear friends. Happy birthday to you. എല്ലാവരും കൈരമായി എഴുതി. May the good God bless you. May the good God bless you. May the good God bless you, dear friends. Happy birthday to you. ഇല്ലല്ലോ. ഇനി എല്ലാവരും അവിടെ ഇരുന്നു. അടുത്തത് ക്വിസ് പ്രോഗ്രാമിന് ഉത്തരങ്ങൾ നൽകിയവർക്കുള്ള സമ്മാനമാണ്. പ്രിയപ്പെട്ട അതില്യ സിസ്റ്റർ മനോജ് മാമ്പള്ളികുന്നേൽ, സൗമ്യ മാമ്പള്ളികുന്നേൽ, ജീവൻ സിജോ. തെറ്റുത്തരം പറഞ്ഞവർക്ക് സമ്മാനിക്കാം. ഓക്കെ, ഇനി ഇന്നത്തെ ഈ യോഗത്തിന് ജോസഫ് മാറിന്റെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവരെ